അല്ലേലും ഒരു സാധനം ആവശ്യത്തിന് നോക്കുന്നിടത്ത് കാണത്തില്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ എന്തുവാ ഇവിടെ ഇളക്കി മറിക്കുന്നത്? കുറെ നേരമായില്ലേ തുടങ്ങിയിട്ട്. അതെങ്ങനാ? ആരോടെങ്കിലും ഇവിടെ ഒരു സാധനം എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലേ? എന്തെങ്കിലും സാധനങ്ങൾ അടുക്കി വെച്ചിരുന്ന അത് മൊത്തവും ഇളക്കി അങ്ങ് മറിച്ചിട്ടേക്കുക. അങ്ങ് ഇളക്ക് തന്നെ ഇളക്ക. കുറെ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ അത് ഇളക്കി മറിച്ച് എന്തോ തപ്പി നടക്കുന്നതിന്. എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് നോക്കാമെന്ന് വിചാരിച്ചപ്പം അതിനും കുഴപ്പമാ. ഞാനെന്തോ ചെയ്യാനാ? ഒരു സാധനം എവിടെങ്കിലും വെച്ചാ കാണുമോ? എടുക്കുന്ന സാധനം തിരിച്ചടുക്കി വെക്കുവോ? അതുമില്ല. ഞാനിത് അടുക്കി വെക്കാം. അടുക്കി വെക്കത്തില്ലെന്ന് പറഞ്ഞോ? നിനക്കിപ്പോ എന്തോ വേണ്ടേ? പിന്നെ പറയാം എന്തുവാന്ന്. ഇല്ല, നീ സഞ്ചിയും കൊണ്ട് അവിടെ പോവുക? അതെ, ഞാൻ പാപം കളയാൻ പോവാ. പാപമോ? അതെങ്ങനെയാ കളയുന്നേ? ഇല്ല, വിൻസൻ അങ്കിള് പറഞ്ഞു തന്നതാ. ഒരു മിനിറ്റ്, ആദ്യം നമ്മൾ ചെയ്ത പാപം എല്ലാം ഒന്ന് ഓർക്കണം. എന്നിട്ട് ഓരോ പാപത്തിനും ഓരോ കവർ എടുക്കുക. അതിൽ ചെയ്ത പാപമാണെന്ന് സങ്കല്പിച്ച് വെള്ളം നിറയ്ക്കുക. താണ്ട ഇതുപോലെ. ഇതിനകത്ത് മുഴുവനും എന്റെ പാപങ്ങളാ. ഇതെന്റെ വലിയ പാപവും ഇതെന്റെ ചെറിയ പാപവും. ഇനി പാപവും പിടിച്ചോണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. ഞാൻ ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരട്ടെ. അപ്പോ ഈ പാവങ്ങളെല്ലാം വെള്ളത്തിലാക്കി കവറിലിട്ട് കൊണ്ട് കളയാൻ പോവല്ലേ? നല്ല കാര്യം. ഈ കഞ്ചാവും ലഹരിയും ഒക്കെ ഉപയോഗിച്ച് പാവം ചെയ്ത് നടക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുത്താ വെള്ളത്തിലാക്കി കൊണ്ട് കളയാമായിരുന്നല്ലേ? അല്ല, അങ്ങനെ എല്ലാരും ചെയ്യാൻ പോയായിരുന്നെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായേനായിരുന്നു. ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരട്ടെ. കൊണ്ട് കള. പാപം കളയാൻ പോയവനെ കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയോ? വന്നല്ലോ. നിന്റെ പാപം എല്ലാം കൊണ്ട് ഉപേക്ഷിച്ചല്ലോ. എന്തായാലും ഇതിനു മുന്നേ ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ ടെൻഷനെല്ലാം പോയി, എൻ്റെ പാപം എല്ലാം പോയി. എനിക്ക് എന്തൊരു സന്തോഷമായെന്നറിയാമോ? എന്നാൽ ഇതുപോലെ എല്ലാരും അങ്ങ് ചെയ്യട്ടെ. ദാണ്ടെ ഈ കവറ് മമ്മി അങ്ങ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക്. ഇതെന്തിനാ നീ തിരിച്ചു കൊണ്ടുവന്നേ? കവറോട് കൂടി കളയണ്ടായിരുന്നോ? ഇനി അടുത്ത പ്രാവശ്യം പാവം കൊണ്ട് കളയാൻ കവറ് തിരക്കി അന്നേരം നടക്കണ്ടല്ലോ. അയ്യോ, അപ്പൊ ഇനിയും പാപം ചെയ്ത് കൊണ്ട് കളയാൻ നിൽക്കുവാണോ? അല്ലേലും ഞാനൊരാളായിട്ട് നന്നായിട്ട് എന്താ കാര്യം? ബാക്കിയുള്ളവരും നന്നാവണ്ടേ? എല്ലാരും നന്നായില്ലെങ്കിലും ഒരാൾ നന്നായ അയാൾ ശരിയായില്ലയോ? അത്രയും നന്ന്. അപ്പോ പാപവും കവറും മൊത്തമായിട്ടങ്ങ് ഉപേക്ഷിക്ക്. ഇതുവരെയുള്ളതെല്ലാം കളഞ്ഞല്ലോ. ഇനി പുതിയതൊന്നും ചെയ്യാതിരിക്കാൻ നോക്കണേ.